കണ്ടെയ്നറുകൾ കടലിൽ ഒഴുകി നടക്കുന്നത് നീക്കം ചെയ്യാത്തതിനാൽ മത്സ്യബന്ധന മേഖലയിൽ വൻ പ്രതിസന്ധി. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ സമുദ്രജീവികൾക്കും മനുഷ്യരുടെ ആരോഗ്യത്തിനും ഭീഷണി ഉയർത്തുന്നുണ്ട്. ഈ ദുരന്തം മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവന മാർഗത്തെയും ഭക്ഷ്യസുരക്ഷയെയും ബാധിച്ചിട്ടുണ്ട്. അതിനാൽ നഷ്ടം സംഭവിച്ചവർക്കായി പ്രത്യേക സാമ്പത്തിക സഹായം പ്രഖ്യാപിക്കണമെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം. അധികൃതരുടെ ഭാഗത്തുനിന്ന് MSC കമ്പനി ഇക്കാര്യത്തിൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതിനുള്ള നടപടിയുണ്ടാകണം. സർക്കാർ നഷ്ടപരിഹാരം വർദ്ധിപ്പിക്കുകയും കമ്പനിയുടെ ഉത്തരവാദിത്തം ഉറപ്പാക്കുകയും വേണമെന്ന് കേരള സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി ജാക്സൺ പൊള്ളയിൽ പറഞ്ഞു. സിറ്റിസൺസ് കളക്റ്റീവ് എന്ന രീതിയിൽ നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായ ഏറ്റവും വലിയ കപ്പൽ അപകടം, അതിൻ്റെ വിശദാംശങ്ങൾ, ആഴങ്ങൾ പൊതുജന മധ്യത്തിൽ എത്തിക്കുവാനായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ ശ്രമത്തിൻ്റെ ഭാഗമാണ്. സിറ്റിസൺസ് കളക്റ്റീവ് എന്ന പേരിൽ തന്നെ ഈ കൂട്ടായ്മയെ വിവരിക്കാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം, ഇത്തരം കപ്പൽ ദുരന്തങ്ങൾ സൃഷ്ടിക്കുന്ന വലിയ ആഘാതങ്ങൾ പൊതുസമൂഹം തിരിച്ചറിയണം. 2025 മെയ് മാസം 25-ാം തീയതി വിഴിഞ്ഞത്ത് നിന്ന് ആരംഭിച്ച കൊച്ചി ആഴക്കടലിൽ എന്ന് പറയുന്നു 14.6 നോട്ടിക്കൽ മൈൽ ഉള്ളിലാണ് ഈ കപ്പൽ ദുരന്തം ഉണ്ടായത്. നമുക്കെല്ലാവർക്കും അറിയാം, MSC മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി ലോകത്തൊരു വൻപൻ കമ്പനിയാണ്. ഈ ചരക്ക് വ്യാപാര രംഗത്ത് വലിയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന കമ്പനി. പക്ഷേ ഈ കമ്പനി ഇന്നൊരു വെള്ളാനയാണെന്ന് എനിക്ക് വിശേഷിപ്പിക്കാനായിട്ട് സാധിക്കും. കാരണം ഇത്രയും വലിയ ദുരന്തം ഉണ്ടായിട്ടും ഇതുവരെയും MSC കമ്പനിയുടെ ഉത്തരവാദിത്വപ്പെട്ടവർ ഈ ദുരന്തത്തിൻ്റെ ആഘാതങ്ങളെക്കുറിച്ച് വേണ്ടത്ര വിശദമായി പൊതുസമൂഹത്തോട് സംസാരിക്കാനുള്ള ഒരു മനുഷ്യാവകാശ മനോഭാവം പോലും കാണിച്ചിട്ടില്ല. ആ സാഹചര്യത്തിലാണ് ഈ കളക്റ്റീവ് ഗ്രീൻ പീസുമായി സഹകരിച്ച ഇതിൻ്റെ വ്യാപകമായ പ്രശ്നങ്ങളിലേക്ക് വിരൽ ചൂണ്ടാൻ ആഗ്രഹിക്കുന്നത്. ചരിത്രത്തിലേക്ക് കണ്ണോടിക്കുകയാണെങ്കിൽ MSC കമ്പനിയുടെ കപ്പലുകളിൽ പലതും കാലഹരണപ്പെട്ടു. ഈ MSC എൽസ 3 28 വർഷമായെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഡോക്കിലേക്ക് മാറ്റേണ്ട കമ്പനിയാണ്. ഈ കപ്പൽ പൊതുജനങ്ങൾക്ക് വലിയ ആഘാതങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിൽ ഉപയോഗിക്കാൻ അദ്ദേഹം തൻ്റെ ഇടം കാണിക്കുന്നത് നമ്മുടെ ഭരണാധികാരികളുടെയും നമ്മുടെ ഭരണ സംവിധാനങ്ങളുടെയും ഒക്കെ പിടിപ്പുകേടാണ്. മെയ് മാസം 25-ാം തീയതി ഈ കപ്പൽ ദുരന്തം ഉണ്ടായപ്പോൾ ആ കപ്പലിൽ നിന്ന് 24 കപ്പിത്താന്മാരെയും ക്യാപ്റ്റനെയും ഒക്കെ രക്ഷപ്പെടുത്തിയതിൽ നമുക്ക് വളരെ അഭിമാനമുണ്ട്. പക്ഷേ ഒരു FIR പോലും രജിസ്റ്റർ ചെയ്തില്ല. ഒരു FIR രജിസ്റ്റർ ചെയ്യുകയോ ഈ കപ്പൽ അപകടത്തിന് കാരണക്കാരായ ക്യാപ്റ്റനിൽ നിന്നും ആ ക്രൂവിൽ നിന്നും ഒരു വിവരങ്ങൾ പോലും ശേഖരിച്ചിട്ടില്ല. വളരെ വൈകി അവരെല്ലാം സ്വന്തം നാടുകളിലേക്ക് പോയതിന് ശേഷമാണ് ഈ കപ്പൽ ദുരന്തത്തിൻ്റെ മേൽ കൊച്ചി ആസ്ഥാനമായിട്ടുള്ള തീരദേശ പോലീസ് ഒരു കേസെടുത്തത്. ഇതിനകം തന്നെ നമ്മുടെ സിവിൽ സൊസൈറ്റി ഉണർന്ന് പ്രവർത്തിച്ചു. നമ്മുടെ മുൻ MP തീരദേശത്തിൻ്റെ വക്താവ് കൂടിയായ കോർഡിനേഷൻ കമ്മിറ്റിയുടെ മെമ്പറായ TN പ്രതാപൻ, അദ്ദേഹം ഹൈക്കോടതിയിൽ ഒരു കേസ്, പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ കേസ് ഫയൽ ചെയ്തതോടുകൂടിയാണ് ഇതിനൊരു വലിയ വഴിത്തിരിവുണ്ടാകുന്നത്. കപ്പൽ ദുരന്തം കേരളത്തിലെ 10 ലക്ഷത്തിലധികം മത്സ്യത്തൊഴിലാളികളെയും അവരുടെ കുടുംബങ്ങളെയും സാരമായി ബാധിച്ചിട്ടുണ്ട്. ജൂലൈ 3-ന് മുൻപായി കണ്ടെയ്നറുകൾ നീക്കം ചെയ്യണമെന്നായിരുന്നു ഷിപ്പിംഗ് മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. എന്നാൽ ഒരു നടപടിയും ഇതുവരെയും സ്വീകരിച്ചിട്ടില്ല. വിസ്മയ ന്യൂസ്, തിരുവനന്തപുരം.